സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിനാണ് കാന്തപുരം സമസ്തക്കാർ വോട്ട് ചെയ്യാറ് എന്നൊരു പ്രതീതി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? ഞങ്ങളുടെ പ്രസ്ഥാനം കൂടി ആലോചിച്ച് തീരുമാനമെടുത്ത് ഞങ്ങളുടെ അണികളിലേക്ക് അറിയിക്കുക, ആ അറിയിക്കുന്നതനുസരിച്ച് വോട്ട് ചെയ്യുക. ഞങ്ങളുടെ അടുക്കൽ എല്ലാവരും വരും. ഞങ്ങൾ ഒരു പ്രത്യേക കക്ഷികളല്ല. പക്ഷേ രാഷ്ട്രീയ നിലപാടുകൾ, ഒരു വ്യക്തമായ നിലപാട് ഞങ്ങളുടെ പ്രസ്ഥാനത്തിനുണ്ട്. അത് ഞങ്ങളുടെ നേതൃത്വം അണികൾക്ക് അറിയിച്ചിട്ടുണ്ട്. അത് അടുത്ത റിസൾട്ട് അറിയുന്നെന്ന് ബോധ്യപ്പെടും. നിങ്ങളുടെ പശുക്കൾ നിങ്ങൾക്ക് ഒരു ദിവസം എത്ര ലിറ്റർ പാല് തരും? കറുപ്പാണോ വെള്ളയാണ്? കറുപ്പ് 2 ലിറ്റർ, വെളുപ്പ് 2 ലിറ്റർ. കെട്ടി ജലീൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങളെ സഹായിച്ചവരെ സഹായിക്കുമെന്നാണ് കാന്തപുരം വിഭാഗം, അതായത് എപി സമസ്തക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ 10 വർഷം അവരെ സഹായിച്ചത് ഞങ്ങളാണ്, അതുകൊണ്ട് അവരുടെ വോട്ടൊക്കെ ഞങ്ങൾക്കാണ് കിട്ടിയത് എന്ന് ഉറപ്പിച്ച് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. അതെല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളും അവരുടേതായ വീക്ഷണങ്ങൾ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. ഞങ്ങളുടെ നിലപാട്, പ്രഖ്യാപനങ്ങൾ അത് പ്രഖ്യാപിക്കേണ്ടതും ഞങ്ങളുടെ പ്രസ്ഥാനമാണ്. അത് ഞങ്ങൾ പരസ്യപ്പെടുത്താറില്ല എന്നാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ അണികളിലേക്ക് അറിയിക്കേണ്ട ശൈലിയിൽ അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ പശുക്കൾക്ക് നിങ്ങൾ എന്താണ് തിന്നാൻ കൊടുക്കാറ്? കറുപ്പിനാണോ വെള്ളയ്ക്കാണോ? വെള്ളയ്ക്ക് പുല്ല്. കറുപ്പ് പുല്ല്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കാസർകോട്ട് നിന്നൊരു വീഡിയോ പുറത്തു വന്നു. അതൊരു കുറച്ചാളുകൾ കൂടിയിരുന്നുകൊണ്ട് ഒരാൾ പ്രസംഗിക്കുന്നൊരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് നമ്മളെ സഹായിച്ചവരാണ് ഇടതുപക്ഷം, അവരെ നമ്മൾ സഹായിക്കണം, അതുകൊണ്ട് അവർക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് എപി സമസ്തയുടെ ആളുകൾ കൂടിയിരുന്ന് പറയുന്ന, ഒരു നേതാവിരുന്ന് പറയുന്നൊരു വീഡിയോ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ വന്നതാണ് എന്ന് കരുതാമോ? പല പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളും പല ഇലക്ഷൻ ലാസ്റ്റ് സമയത്ത് വരാറുണ്ട്. അത് ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെ വരുന്നത് മാത്രമേ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതുള്ളൂ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് നമ്മൾ മറുപടി പറയേണ്ടതില്ലല്ലോ. കാരണം കറുത്ത പശു എന്റേതാണ്, അപ്പൊ വെളുത്തോ എന്റേതാണ്. കാസർകോട്ടെ യോഗത്തെ പൂർണ്ണമായും തള്ളുന്നു. അതെല്ലാം ഞങ്ങളുടെ പത്രക്കുറിപ്പിലൂടെ ഞങ്ങൾ അറിയിച്ചതാണല്ലോ. ഞങ്ങളുടെ ഔദ്യോഗിക പത്രക്കുറിപ്പിലാണ് ഞങ്ങൾ തീരുമാനം അറിയിക്കേണ്ടത്. ഏത് പാർട്ടി പറഞ്ഞാലും ഔദ്യോഗികമല്ലെങ്കിൽ നമ്മളതിൻ്റെ മുഖവിലേക്ക് എടുക്കാൻ പാടില്ല.